ഒരു അച്ഛൻ 2 കുട്ടികളുണ്ട്. 2 കുട്ടികൾക്ക് ഓരോ കോടി രൂപ അവർക്ക് കൊടുത്തു. ഓക്കെ. സ്വർണത്തിൻ്റെ ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട്. ഉം, ഉം, ഉം. അപ്പോൾ 2 പേരും അവരെല്ലാവരും നല്ല പഠിച്ച് മിടുക്കരായിരുന്നു. 2 പേരും ബിസിനസ് ചെയ്യാനായിട്ട് തയ്യാറായി. ഒന്നാമത്തെ ആൾ ഒരു ഷോറൂം പണിതു, രണ്ടാമത്തെ ആൾ വേറൊരു ഷോറൂം പണിതു. ഓക്കെ, ഓക്കെ. അച്ഛൻ്റെ ഇൻസ്ട്രക്ഷനൊക്കെ അനുസരിച്ചായിരിക്കും, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ അവരുടെ ആ പഠിത്തത്തിൽ നിന്ന് കിട്ടിയ എക്സ്പീരിയൻസും നോളജൊക്കെ ഉപയോഗിച്ചിട്ടാണ് അവർ ചെയ്തത്. ഉം, ഉം. ഒന്നാമത്തെ മകന് 60 ലക്ഷം രൂപ ഷോറൂം ഫർണിഷിങ്ങിന് വേണ്ടിയിട്ട് ചിലവാക്കി. ഓക്കെ. രണ്ടാമത്തെ ആൾ 10 ലക്ഷം രൂപ ഷോറൂം ഫർണിഷിങ്ങിന് വേണ്ടിയിട്ട് ചിലവാക്കി. അതെ. ആദ്യത്തെ മോന് 60 ലക്ഷം രൂപ ഷോറൂം ഫർണിഷിങ്ങിന് വേണ്ടി സ്പെൻഡ് ചെയ്തയാൾക്ക് 40 ലക്ഷം മാത്രമേ ബാലൻസ് ഉള്ളൂ വർക്കിംഗ് ക്യാപിറ്റലായിട്ട്. ഉം, ഉം. രണ്ടാമത്തെ മോന് 10 ലക്ഷം മാത്രമേ Furnishing ഷോറൂമിൻ്റെ ഫർണിഷിങ്ങിന് വേണ്ടി ഉപയോഗിച്ചുള്ളൂ. അവിടെ 90 ലക്ഷം രൂപ വർക്കിംഗ് ക്യാപിറ്റലിന്, അതായത് സ്റ്റോക്ക് വെക്കാൻ വേണ്ടിയിട്ടും സ്റ്റോക്കും അതിനോടനുബന്ധിച്ചിട്ടുള്ള മറ്റ് അസറ്റുകൾ ക്രിയേറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് വെച്ചു. അതെ, അതെ. ബിസിനസ് ഐഡിയ അത് ഇംപ്ലിമെൻറ്റ് ചെയ്തപ്പോൾ ചില തെറ്റുകൾ വന്നിട്ടുണ്ടാവും. ഉം, ഉം, ഉം. സാധാരണ ഒരു ഓർഡിനറി പീപ്പിളാണ് ആ ടെറിറ്റോറിയൽ ഏരിയയിൽ എങ്കിൽ ഒന്നാമത്തെ ആൾ പരാജയപ്പെടും. അതെ, അതെ. അതല്ല, എലൈറ്റ് കമ്മ്യൂണിറ്റി മാത്രമാണ് ആ ഏരിയയുടെ ആ ടെറിറ്ററിയിലുള്ളത് എങ്കിൽ രണ്ടാമത്തെ മോൻ പരാജയപ്പെടും. ഉം, 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 ഉം. കാരണം വെച്ചാൽ ആ ഒരു എലൈറ്റ് ആയിട്ടുള്ളൊരു ഷോറൂമിൽ മാത്രമേ ആ എലൈറ്റ് ആയിട്ടുള്ളൊരു പീപ്പിൾ വരാൻ സാധ്യതയുള്ളൂ. അതെ, അതെ, തീർച്ചയായിട്ടും. അപ്പോൾ അവിടെ ഒരു ആ ലൊക്കേഷന്, അതുപോലെ തന്നെ കസ്റ്റമേഴ്സിൻ്റെ സോഴ്സ് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു എങ്കിൽ, അല്ലെങ്കിൽ അത് പഠിച്ചതിന് ശേഷമായിരുന്നു എങ്കിൽ, ഇതിലേതെങ്കിലും ഒരു മകന് തെറ്റ് പറ്റിയിട്ടുണ്ടാവും. അതെ, അതെ. ഇവിടെയാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അതായത് നമ്മുടെ ബിസിനസ്സിൽ ഒരു അകന്തയുണ്ട് എങ്കിൽ 3 മിസ്റ്റേക്കുകൾ വരാനുള്ള സാധ്യതയുണ്ട്. അതെന്തൊക്കെയാണെന്ന് മിസ്റ്റേക്ക്? ഒന്ന്, അവിടെ ഒരു ഗ്രീഡ് ജനറേറ്റ് ചെയ്യാനുള്ളൊരു സാധ്യത, അതൊരു മിസ്റ്റേക്ക് തന്നെയാണ്, ഗ്രീഡ്. രണ്ടാമത്തേത് ഒരു ഫിയറാണ്. ഓക്കെ. എല്ലാത്തിനും ഒരു പേടി, നാളത്തെ പറ്റിയുള്ള എപ്പോഴും ഒരു പേടിയുണ്ടാവും. മൂന്നാമത്തേത് അജ്ഞതയാണ്, ഇഗ്നറൻസ്. ഈ 3 കാരണങ്ങൾ കൊണ്ടാണ് ബിസിനസ്സിൽ പരാജയം പറ്റുക.